പുതിയ സ്പൈഡർമാനെ കാണാൻ തുള്ളിച്ചിറങ്ങിയത് 2:15 ഷോ. നമ്മ 2:08 കാറിന്റെ ഉള്ളിൽ തന്നെ ഉണ്ട്. 5 മിനിറ്റില് സിനിമ തുടങ്ങും. നമ്മ പാഞ്ഞിട്ട് കയറി. വലിയ കാര്യമായിട്ട് ലിഫ്റ്റ് കയറി ഫസ്റ്റ് ഫ്ലോറിൽ ഇറങ്ങി. നല്ല മജാലും മൂഞ്ചി. സെക്കൻഡ് ഫ്ലോറിലാണ് തിയേറ്റർ. ബൈക്ക് ലിഫ്റ്റ് തുള്ളിട്ട് കയറി. 2 മിനിറ്റില് സിനിമ തുടങ്ങും. ടിക്കറ്റ് എല്ലാം എടുത്തിട്ട് തുള്ളിട്ട് കയറി. ലോക്കൽ സെറ്റപ്പിൽ എന്തല്ല നമ്മ 3D സെറ്റപ്പിൽ നോക്കുന്ന 3D സെറ്റപ്പില് കണ്ണാടി വെച്ച് നമ്മ അടുക്ക് എത്തിയതും സിനിമ തുടങ്ങിയതും കറക്റ്റ് ടൈമിങ്സ്. അങ്ങനെ ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞപ്പോഴത്തേന് സംഭവം നല്ല മജയുണ്ട്. ആ ഗ്യാപ്പിൽ നമ്മ ടിങ്കുന്റെ ഔട്ട്ഫിറ്റ് ശ്രദ്ധിച്ചത്. ഇനിയിപ്പോ ഏടക്ക് പോന്നാലും ടിങ്കു അവന്റെ ഫുട്ബോൾ ജെർസി ഇട്ടോണ്ടേ ആൾക്ക് വരും. അത് അവന്റെ ഒരു ഇത്. അപ്പോഴത്തേന് സെക്കൻഡ് ഹാഫും തുടങ്ങി. ഏകദേശം സ്പൈഡർമാന്റെ കഥയോ എന്റെ കഥയോ എല്ലാം സെയിം തന്നെ. എല്ലായിടത്തും മൂഞ്ചൽ തന്നെ. പിന്നെ ഞാൻ റിയലൈസ് ആക്കിയ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ചില ആൾക്കാർ നമ്മളെ ലൈഫിൽ ഒരു ചാപ്റ്റർ മാത്രമായിരിക്കും, ഹോൾ സ്റ്റോറി അവരായിരിക്കത്തില്ല. സിനിമ തീർന്നപ്പോ തന്നെ ആരും എണിച്ചിട്ട് പോകണ്ട. അവസാനം പേരെല്ലാം കഴിഞ്ഞിട്ട് ഒരു കിടിലൻ സാധനം ഉണ്ട്. അത് മിസ്സാക്കിയ പിന്നെ പോയി. അപ്പോഴത്തേന് ടിങ്കുന് ഞമ്മാക്കാൻ പോകണോന്ന് പിന്നെ ഒന്നും നോക്കില്ല. നേരെ ഞമ്മാക്കാൻ പോയി. പൊറോട്ട ബിരിയാണി എല്ലാം എടുത്തിട്ട് ഞമ്മാക്കി. അടുത്ത റൗണ്ടും നീർദോശയും കോഴിക്കറിയും പിടിച്ചിട്ട് എല്ലാം ഫിനിഷ് ആക്കി. ഒരു പാഡ് എടുത്തിട്ട് ടിങ്കുനെ സസിയാക്കിട്ട് ആകുമ്പോ സമാധാനായി.